നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലാഭമുണ്ടാക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാം? എങ്ങനെയൊക്കെ എന്തൊക്കെ സ്വീകരിച്ചാൽ ലക്ഷങ്ങൾ ലാഭമായി മാറും? ഇതൊന്നു മാത്രമാണ് KSRTCയുടെ ഇപ്പോഴത്തെ ചിന്ത. ഇപ്പോഴിതാ ലാഭമുണ്ടാക്കാൻ മറ്റൊരു വഴി കൂടി നടപ്പിലാക്കിയിരിക്കുകയാണ് KSRTC. ലാഭമുണ്ടാക്കാൻ ഓർഡിനറി ബസ്സുകളുടെ രാത്രി ട്രിപ്പുകൾ വ്യാപകമായി വെട്ടിക്കുറച്ചിരിക്കുകയാണ് KSRTC. നടത്തിയ പരീക്ഷണ സ്വകാര്യ ബസ്സുകാരും പകർത്തും എന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ രാത്രികാലങ്ങളിൽ ഒന്നോ രണ്ടോ ആളുകൾ മാത്രമേ ഈ ട്രിപ്പിൽ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ആ ഒന്നോ രണ്ടോ പേർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷെ മറ്റൊന്ന്, ഈ ലാഭം നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ നഷ്ടത്തിന്റെ കണക്കുകൾ വരുമ്പോൾ ലാഭത്തെക്കാൾ കൂടുതലാണ്. അത് വെച്ച് പൊറുപ്പിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഈ ലാഭമില്ലാത്ത റൂട്ടിലെ രാത്രി ട്രിപ്പുകൾ ക്യാൻസലാക്കാൻ തന്നെ അല്ലെങ്കിൽ വെട്ടിക്കുറയ്ക്കാൻ തന്നെയാണ് KSRTCയുടെ തീരുമാനം. ഈ ഒരു പരീക്ഷണം സ്വകാര്യ ബസ്സുകളും ഏറ്റെടുക്കാനുള്ള സാധ്യത കൂടുകയാണ്. റൂട്ട് പരിഷ്കരണത്തിന്റെ മറവിലാണ് കിലോമീറ്ററിന് 28 രൂപ താഴെ വരുമാനമുള്ള ട്രിപ്പുകൾ KSRTC അധികൃതർ റദ്ദാക്കിയത്. തിരുവനന്തപുരം, കൊല്ലം ജില്ലയിലെ ഓർഡിനറി ബസ്സുകളിലാണ് ആദ്യ പരീക്ഷണം നടത്തിയത്. ക്രമേണ മറ്റ് ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. പരീക്ഷണത്തിലൂടെ 52,446 കിലോമീറ്റർ കുറയ്ക്കാൻ കഴിയുമെന്നാണ് അവകാശപ്പെടുന്നത്. രാത്രി ട്രിപ്പുകൾ സ്റ്റേ സർവീസുകളാക്കി മാറ്റിക്കൊണ്ടാണ് പരീക്ഷണം തുടങ്ങിയത്. രാവിലെ യാത്രക്കാരുള്ളപ്പോൾ മാത്രമാകും മടക്കയാത്ര. ജീവനക്കാർക്ക് ഡ്യൂട്ടി ലഭിക്കുന്നതിനാൽ തൊഴിലാളി സംഘടനകളും എതിർത്തില്ല. പകൽ സമയത്തെ ട്രിപ്പുകളിലേക്കും പരീക്ഷണം നീട്ടിയതോടുകൂടി ദിവസം 1 ലക്ഷം കിലോമീറ്റർ കുറയ്ക്കാനായി. ദിവസം 18 ലക്ഷം കിലോമീറ്റർ വരെ ഓടിയിരുന്ന KSRTC ഇപ്പോൾ 14 ലക്ഷം കിലോമീറ്ററായി ചുരുങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രക്കാരെ ബാധിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വാസ്തവം. തിരക്ക് കുറഞ്ഞ സമയത്ത് സ്വകാര്യ ബസ്സുകളും ട്രിപ്പ് റദ്ദാക്കി പരീക്ഷണം തുടങ്ങിയതോടെയാണ് യാത്രക്കാർ ദുരിതത്തിലായത്. പരാതി മന്ത്രിക്ക് മുന്നിലെത്തിയിട്ടുണ്ട്. കർശന നടപടി സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. ഇതിനെതിരെ സ്വകാര്യ ബസ്സുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. റൂട്ട് പരിഷ്കരണം എന്ന പേരിൽ KSRTC ട്രിപ്പ് വെട്ടിക്കുറയ്ക്കുന്നത് കണ്ടില്ല എന്നടിക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസ്സുകാരെ തിരിഞ്ഞു പിടിച്ച കേസെടുക്കുകയാണ് എന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. അതേസമയം KSRTC ഒരു ബസ് തന്നെ 2 വേഷമായി മാറുന്നു എന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഉത്തരവിറങ്ങി 4 മാസം പിന്നിട്ടും KSRTCയിലെ യൂണിഫോം മാറ്റം പൂർത്തിയായില്ല. ആവശ്യത്തിന് യൂണിഫോം യഥാസമയം സർക്കാർ തുണിമില്ലിൽ നിന്ന് ലഭിക്കാതെ വന്നതും സ്ഥലം മാറ്റം കാരണമുണ്ടായ ആശയക്കുഴപ്പവും അതിന് കാരണമായിട്ടുണ്ട്. 2023 നവംബറിൽ നേവി ബ്ലൂ, സ്കൈ ബ്ലൂ യൂണിഫോമിൽ നിന്ന് വീണ്ടും കാക്കിയിലേക്ക് മാറാൻ ഉത്തരവ് ഇറങ്ങിയിരുന്നു. 2024 ജനുവരി മുതൽ ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും കാക്കി യൂണിഫോം എന്നായിരുന്നു തീരുമാനിച്ചത്. ഒരേ തുണി ലഭിക്കാനായി സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷനെയാണ് തെരഞ്ഞെടുത്തത്. ആലപ്പുഴ കോമളപുരം സ്പിന്നിംഗ് ആൻഡ് വീവിംഗ് മില്ല്, കണ്ണൂർ പിണറായിയിലെ ഹൈടെക് വീവിംഗ് മില്ല് എന്നിവിടങ്ങളിൽ നിന്ന് തുണി വാങ്ങാനായിരുന്നു നിർദ്ദേശം. സ്ഥിര ജീവനക്കാർക്ക് 2 ജോഡി യൂണിഫോമിന്റെ തുക കോർപ്പറേഷൻ തന്നെയാണ് നൽകുന്നത്. എല്ലാ ഡിപ്പോയിലേക്കും ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് തുണി എത്തിച്ചു നൽകിയിട്ടുണ്ട്. അടുത്ത ഘട്ടവും എത്തിച്ചുവെങ്കിലും ഇതിനെ സ്ഥലം മാറ്റ ഉത്തരവിറങ്ങി പല ജീവനക്കാരനും മറ്റ് ഡിപ്പോകളിലേക്ക് മാറി. ഓരോ ജീവനക്കാരന്റെയും പേരിലാണ് തുണി വാങ്ങിയത്. എന്നാൽ സ്ഥലം മാറി എത്തിയ ആളുകൾക്ക് ആ തുണി അനുവദിക്കുന്നതിൽ ആശയക്കുഴപ്പമുണ്ടായി. അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് ഓരോ ഡിപ്പോയിലും നിലവിലുള്ള ജീവനക്കാർക്ക് യൂണിഫോം നൽകാൻ തീരുമാനിച്ച് വിതരണം തുടങ്ങിയിട്ടുണ്ട്. ഇതിനിടെ ബദൽ ആക്ടിംഗ് പ്രകാരമുള്ള താൽക്കാലിക, അതായത് മുൻപത്തെ M പാനൽ ജീവനക്കാർ സ്വന്തം പണം മുടക്കി തുണി വാങ്ങണമെന്നാണ് ആശയക്കുഴപ്പവുമുണ്ട്. 2 ജോഡിക്ക് തയ്യൽക്കൂലി ഉൾപ്പെടെ 4000 രൂപ വരെയാണ് ചെലവാകുന്നത്. ഇതാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കിയിട്ടുള്ളത്. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. എന്നാലും 2 കാര്യങ്ങൾ വേണം ഇനി മന്ത്രി നിലവിലൊരു തീരുമാനം എടുക്കാനായി. ആ മന്ത്രിയുടെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് പൊതുജനം.